വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയിരിക്കുന്നു. ഇപ്പോൾ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ ചേരുകയാണ്. ഷിജോ, എന്താണ് തീരുമാനം? എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്? നൗഫല, കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയത്. അതിന് പിന്നാലെ ഇന്നിപ്പോൾ ഒരു പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. ആ സിൻഡിക്കേറ്റ് യോഗമാണ് ഇപ്പോൾ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി ഇപ്പോൾ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സംഭവം അന്വേഷിക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. ഈ സംഭവം അന്വേഷിക്കാൻ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനായിട്ട് ഡോക്ടർ ഷിജു ഖാൻ, അഡ്വക്കേറ്റ് G മുരളീധരൻ, ഡോക്ടർ നസീബ് എന്നിവരടങ്ങുന്ന ഒരു 3-അംഗ കമ്മിറ്റിയെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്തി. എന്തായാലും ഇതിനകത്ത് രജിസ്ട്രാർ ഇൻ ചാർജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി ഇപ്പോൾ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം എത്തിയെന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ കടന്നത്. KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആദ്യത്തെ നടപടി വന്നത് VC ഡോക്ടർ മോഹൻ കുന്നുമലിന്റെ ഭാഗത്ത് നിന്നാണ്. അതിനെതിരെ VCക്ക് അത്തരമൊരു അധികാരമില്ല എന്നുള്ള കാര്യം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആദ്യം തന്നെ പറയുകയും ചെയ്തതാണ്. അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിരുന്നു. പക്ഷേ അന്ന് VC താൻ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഗവർണർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അങ്ങനൊരു അധികാരം VCക്ക് ഇല്ല എന്നുള്ള നിലപാട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് രജിസ്ട്രെ തീരുമാനിക്കുന്നതും മറ്റു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും എന്നുള്ള നിലപാട് സിൻഡിക്കേറ്റ് എടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ പക്ഷേ VC എല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് ഗവർണർക്ക്, ചാൻസലർക്ക് നൽകുകയാണ് ചെയ്തത്. പക്ഷേ ചാൻസലർക്ക് ഇക്കാര്യത്തിനകത്ത് നേരിട്ട് ഉള്ള അധികാരമില്ല എന്നുള്ള നിലപാടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. ഈ വൈസ് ചാൻസലർ സ്ഥലത്തില്ല, താൽക്കാലിക വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. അങ്ങനെ ആ യോഗത്തിലാണ് ഈ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അതൊരു നിയമപ്രശ്നമായി മാറാനുള്ള സാധ്യത വല്ലതുമുണ്ടോ? നിലവിൽ അത്തരമൊരു നിയമപ്രശ്നത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ നാളെ കോടതിയിൽ ഈ കേസ് വരും. ഡോക്ടർ KS അനിൽകുമാറിന്റെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ കേരള സർവകലാശാലയുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ആ നിലപാട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നത്. അപ്പോൾ ആ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ കേരള സർവകലാശാല എന്ത് നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയൂ എന്നുള്ള നിലപാട് താൽക്കാലിക VC ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇതിനെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത് വരികയാണ് ചെയ്തത്. ആ നിലപാടും അതോടൊപ്പം തന്നെ ഈ സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതിനകത്ത് സസ്പെൻഷൻ നടപടി പുനഃപരിശോധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അതിനകത്ത് ആദ്യം വഴങ്ങാൻ താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് തയ്യാറായിരുന്നില്ല. പക്ഷേ അതിനകത്ത് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, ബഹുഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ സസ്പെൻഷൻ നടപടി ഇപ്പോൾ റദ്ദ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്ത കാര്യങ്ങൾ കോടതിയെ വളരെ കൃത്യമായിട്ട് അറിയിക്കും. കോടതിയിൽ അറിയിക്കുക പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് നിയമസാധുതയില്ല. അപ്പോൾ വൈസ് ചാൻസലറിന്റെ അധികാര ദുർവിനിയോഗമാണ്. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലർ അത്തരമൊരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി സിൻഡിക്കേറ്റ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ, അതായത് എന്തുകൊണ്ട് സസ്പെൻഷനിലേക്ക് പോയി, എന്താണ് സംഭവിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ച് കാര്യങ്ങൾ കോടതിയെ അറിയിക്കാൻ കൂടി ഒരു 3-അംഗ കമ്മിറ്റിയെ അടക്കം ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. മുരളീധരനും അതുപോലെ തന്നെ ഷിജു ഖാനും അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു കമ്മിറ്റിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും സുപ്രധാനമായുള്ള വിവരം എന്ന് പറയുന്നത്, വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇറക്കിയ ഉത്തരവ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നുകൊണ്ട് സിൻഡിക്കേറ്റ് തന്നെ അത് റദ്ദാക്കി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതെന്തായാലും കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടി ഒരുപക്ഷെ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനത്തിന് ഒരുപക്ഷെ വൈസ് ചാൻസലറുടെ ഒരു മേലൊപ്പ് ചാർത്തേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് നടപടികൾ, ഒന്ന് ഈ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി, രണ്ടാമത്തെ കാര്യം ഈ അന്വേഷിക്കാനുള്ള ആളുകളെ, സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിച്ച കാര്യം. നിയമിച്ച 3 പേരും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ VC എടുക്കുന്ന ഒരു നിലപാട് എന്തായിരിക്കും? VC എടുത്ത നിലപാട് എന്തായിരിക്കും?
നൗഫൽ, ഇതിനകത്ത് VC ഒരുപക്ഷെ കോടതിയിൽ ഇപ്പോൾ 2 അഫിഡവിറ്റുകൾ, 2 സത്യവാങ്മൂലങ്ങൾ നാളെ കോടതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഒന്ന്, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു അഭിഭാഷകൻ നൽകുന്ന ഒരു അഫിഡവിറ്റ്, അതുപോലെ തന്നെ VCയുടെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിക്കുന്ന സത്യവാങ്മൂലം. ഇങ്ങനെ 2 സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ എടുത്ത നടപടി അങ്ങേയറ്റം നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയാണ് എന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിൽ അറിയിക്കും. പക്ഷേ മറുഭാഗത്ത് VCയുടെ നിലപാട് അല്ലെങ്കിൽ VCയുടെ തീരുമാനം അത് ശരിയാണ് എന്നും അല്ലെങ്കിൽ ആ തീരുമാനത്തിനെതിരെ തനിക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ താല്പര്യത്തിന് നിൽക്കേണ്ടി വന്നു എന്നുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് VCയുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് കോടതിയിൽ സത്യവാങ്മൂലം നൽകും എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനത്തിനൊപ്പം കോടതി നിൽക്കും എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്. കാരണം ഭൂരിപക്ഷ തീരുമാനം രജിസ്ട്രാറെ നിയമിക്കുന്നതും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതുമെല്ലാം സിൻഡിക്കേറ്റ് ആണ്. അപ്പോൾ സിൻഡിക്കേറ്റ് തീരുമാനത്തിനൊപ്പം കോടതി നിൽക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അതിനകത്ത് താൻ വിയോജിപ്പോടുകൂടി ഇക്കാര്യങ്ങളിൽ തൻ്റെ ഒപ്പുവെക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരു തീരുമാനം വൈസ് ചാൻസലർ കോടതിയെ അറിയിക്കാനുള്ള സാധ്യത കൂടി നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും സിൻഡിക്കേറ്റ് തീരുമാനം ഇപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വൈസ് ചാൻസലർ എടുത്ത നടപടി റദ്ദ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായുള്ള തീരുമാനം. അത് തൻ്റെ വിയോജിപ്പോടുകൂടി താൻ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ള ഒരുപക്ഷെ മറുപടിയായിരിക്കും വൈസ് ചാൻസലർ കോടതിയിൽ അറിയിക്കുക. നൗഫൽ. ഷിജോ, സാങ്കേതികമായി വൈസ് ചാൻസലറാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തെങ്കിൽ തന്നെയും ഇതിൽ ഗവർണറുടെ ഒരു ആശീർവാദവും നിർദ്ദേശവും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. ഇത് രാഷ്ട്രീയമാണല്ലോ ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഗവർണറുടെ ഓഫീസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തുടർ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതല്ലേ? നൗഫൽ, നമുക്കറിയാം കുറെ കാലമായിട്ട് കേരള സർവകലാശാലയിൽ തീർത്തും അസാധാരണമായിട്ടുള്ള ചില ഇടപെടലുകൾ, പ്രത്യേകിച്ച് BJPയുടെ തലത്തിലുള്ള ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഗവർണർ, ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള നോമിനികളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം മുതൽ തന്നെ ഈ രീതിയിലുള്ള ചില RSS ഇടപെടലുകൾ, BJP ഇടപെടലുകൾ സർവകലാശാലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അത്തരമൊരു കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു അടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നൗഫൽ ചോദിച്ചൊരു കാര്യം ശരിയാണ്. അതിനകത്ത് ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാറെ ഈ വിഷയം, ഭാരതാംബയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്തു എന്നുള്ള കാര്യം വരുമ്പോൾ അത് ഈ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, അത് കൃത്യമായിട്ടുള്ള ചാൻസലറുടെ ആശീർവാദത്തോടു കൂടി തന്നെ ചെയ്ത കാര്യമാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുമുള്ള തർക്കമില്ല. പക്ഷേ അതിനെ ചലഞ്ച് ചെയ്യാൻ സിൻഡിക്കേറ്റിന് അധികാരമുണ്ട് എന്നുള്ള കാര്യം ഒരുപക്ഷെ മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയാലും അതിനെ നമുക്ക് നിയമപരമായി നേരിടാം. ഈ രീതിയിലുള്ള കാര്യങ്ങൾ സർവകലാശാലയിൽ നടന്നോട്ടെ എന്നുള്ള ഗവർണറിന്റെ, ചാൻസലറിന്റെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ഈ രീതിയിലുള്ള നടപടിയിലേക്ക് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ കടന്നത്. അതിന്റെ ഒരു നടപടി എന്ന രീതിയിൽ തന്നെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി വൈസ് ചാൻസലർ സ്വീകരിച്ചത്. അത് ശരിയായ ഒരു രീതിയല്ല, അതിന് അദ്ദേഹത്തിന് അധികാരമില്ല എന്നുള്ള കാര്യം ഡോക്ടർ KS അനിൽകുമാർ അന്ന് തന്നെ പറയുകയും ചെയ്തതാണ്. അതിനെതിരെ താൻ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞതാണ്. അതിന് പിന്നാലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ നിലപാട് പറഞ്ഞതാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതാണ്. പക്ഷേ ഇതിനകത്ത് എടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കണമെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിന് കഴിയില്ല എന്നുള്ള നിലപാട് വൈസ് ചാൻസലർ ആയിട്ടുള്ള താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് അത് സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് അജണ്ടയിലില്ലാത്ത വിഷയമാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJP അംഗങ്ങൾ സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ച പ്രമേയം, അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന പ്രമേയം അവതരിപ്പിക്കാൻ കൂടി ഇപ്പോൾ വൈസ് ചാൻസലറിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസ് തയ്യാറായി എന്നുള്ളത് കൂടി എടുത്തു പറയണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണറിന്റെ മൗനാനുവാദത്തോടുകൂടി അല്ലെങ്കിൽ ഗവർണർ നൽകുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കടക്കുന്നു. എന്തായാലും അക്കാര്യങ്ങളെല്ലാം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം മറ്റ് നടപടികളിലേക്ക് കടന്നത്. സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം സിൻഡിക്കേറ്റാണ് ഏറ്റവും പവർഫുൾ ആയ ബോഡി. സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി റദ്ദാക്കിക്കൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നു. മാത്രമല്ല ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി 3-അംഗ സമിതിയെയും നിയോഗിച്ചിരിക്കുന്നു. ഇവർ നൽകുന്ന വിവരങ്ങളായിരിക്കും പിന്നീട് കോടതിയെ അറിയിക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലപ്പെടുത്താൻ VCയോട് അറിയിച്ചിട്ടുണ്ട്. VC എതിർപ്പ് അറിയിച്ചെങ്കിലും, താൽക്കാലിക VC സിസ തോമസ് എതിർപ്പ് അറിയിച്ചെങ്കിലും ആ എതിർപ്പ് തള്ളിയാണ് സിൻഡിക്കേറ്റ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.